fly. Feet on the ground, but I still get by. Rules were made for someone else to try, but not me, not me. They said slow down, son, take your time, but I was born. നമസ്കാരം, ഞാൻ ബൈജു നായർ. 2005 ഞാൻ ആദ്യമായിട്ട് ശ്രീലങ്കയിൽ പോകുന്നു. ശ്രീലങ്കയിൽ ഞാനിങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പുഴയിൽ നിന്നോ ഒരു കായലോ അങ്ങനെ എന്തോ സാധനം ഒരു വിമാനം പറന്നുയർന്നു പോകുന്നു. ഞാൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കി നിന്നു, കാരണം നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാധനം. എന്താണ് സംഭവം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് സീപ്ലെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഉയർന്നു പൊങ്ങി പോയതെന്ന്. പിന്നീട് പല രാജ്യങ്ങളിൽ ഞാനത് കണ്ടു. അതിനുശേഷം കുറച്ച് കാലമായിട്ട് കേരളത്തിലും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സീപ്ലെയിൻ വരുന്നു എന്ന്. അടുത്ത കാലത്ത് സീപ്ലെയിൻ വന്നു എന്നും കേട്ടു. അപ്പോൾ എന്താണ് സീപ്ലെയിൻ എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ലക്ഷദ്വീപിലേക്കാണ് സീപ്ലെയിൻ ആദ്യത്തെ സർവീസ് തുടങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടു. മറ്റൊരു കാര്യം കൂടി നമ്മൾ കേട്ടു, ഇന്ത്യയിൽ സീപ്ലെയിൻ പറപ്പിക്കാനുള്ള പൈലറ്റ് ലൈസൻസ് ഉള്ള ഒരു ആളേ ഉള്ളൂ, അതൊരു മലയാളിയാണെന്നുള്ള കാര്യം. ആ മലയാളിയാണ് ഇന്ന് നമ്മളൊപ്പം ഉള്ളത്, അരുൺ ഗോപ്. അരുണ, നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഞങ്ങൾ നാട്ടുകാരാണ്. പാമ്പാടിക്ക് തൊട്ടടുത്തുള്ള നെടുങ്കുന്നം എന്ന സ്ഥലത്താണ് അരുണിൻ്റെ വീട്. ഇപ്പം നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഈ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ ആമാന്ന് പറയില്ലേ, അതുപോലെ വേണമെങ്കിൽ പറയാം. കാരണം അല്ലേ, അരുണും അതെ, അരുണിൻ്റെ സീപ്ലെയിനും രണ്ടും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന രണ്ടുപേരാണ്. അപ്പോൾ അരുണാണ് ഇനി കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കുള്ള സീപ്ലെയിൻ പറപ്പിക്കാൻ പോകുന്നയാൾ. അപ്പോൾ കുറേ സംശയങ്ങൾ എനിക്കുണ്ട്. എനിക്ക് അല്ലെങ്കിൽ തന്നെ വിമാനങ്ങളെപ്പറ്റി മൊത്തം സംശയമാണ്. അത് ഞാൻ 1-2 വീഡിയോകളിലൂടെ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും അതിനപ്പുറത്തേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് സീപ്ലെയിൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ കേരളത്തിൽ സീപ്ലെയിൻ കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു കമ്പനിയും ആ കമ്പനിയുടെ ജോലി ചെയ്യുന്ന ആളുമാണ് അരുൺ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഞാനിപ്പം അരുണിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് 1-2 കാര്യങ്ങൾ കണ്ടത്. കുറേ കാലം മുമ്പേ 48 സീപ്ലെയിൻ റൂട്ടുകൾ കേരളത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വായിച്ചു. അപ്പോൾ അത്തരം കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അരുണിൻ്റെ സ്വന്തം വാഹനം വെൻഡോയാണിത്. എത്ര കാലമായി വെൻഡോ? 2020 ഒക്ടോബർ. ഇപ്പോൾ വെൻഡോയേ ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ വെൻഡോ ഇല്ല. ഞാനിത് പസറ്റ് എടുക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വന്ന അന്ന് പസറ്റും ഇല്ല, ജെറ്റയും ഇല്ല. അന്നുള്ളത് ഏക വണ്ടി ഇതായിരുന്നു. അടിപൊളിയല്ലേ? നല്ല വണ്ടിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും നിർത്തിയതൊക്കെ വലിയ കഷ്ടമായി, ഭയങ്കര കഷ്ടമായി പോയി. ഇത് പക്ഷെ തിരിച്ചു വരണമെന്ന്, പസറ്റും ഒക്കെ തിരിച്ചു വരണമെന്ന് എൻ്റെ ആഗ്രഹം. ശരിയാണ്, ഫോഴ്സോണിന്റെ ഏതൊരു വണ്ടി തിരിച്ചു വരണം, മിസ്സിംഗ് ആയിട്ട്. അതെ അതെ. അപ്പം ഇപ്പം അടുത്ത കാലത്ത് ഈ കേരളത്തിലേക്ക് വന്ന് സെറ്റിൽ ആയല്ലോ അല്ലേ, പഠിച്ചൊക്കെ വെളിയിലാണെങ്കിലും. അപ്പം ഇനി വണ്ടി മാറുമോ, അത് ഇത് തന്നെ ഉണ്ടാവും? ഇത് എനിക്കിതൊന്ന് കിറ്റൊക്കെ കയറ്റി ഒന്ന് നോക്കട്ടെ, പുതിയ എന്താണ് വരുന്നതെന്ന് നോക്കട്ടെ. റെഗുലേഷൻ അനുസരിച്ച് ഒന്ന് കിറ്റൊക്കെ കയറ്റി കളറൊക്കെ മാറ്റണമെന്നുണ്ട്. ശരിയാണ്. ഇപ്പം ഈ പറഞ്ഞ പുതിയ MVD റൂൾസ് ഒക്കെ വരുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ എന്തായാലും ഇതല്ല നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. കാരണം ഇതുപോലെ അരങ്ങൊഴിഞ്ഞു പോയൊരു വാഹനമാണ്. നമുക്ക് സീപ്ലെയിനിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇന്ത്യയിൽ തന്നെ സീപ്ലെയിൻ പറപ്പിക്കാൻ ലൈസൻസ് ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ ഇത് അത്ര ഒരു മോശം മേഖലയായിട്ടാണോ? എന്താണ് ആൾക്കാർ? അങ്ങനെയല്ല, ഇത് ആദ്യം തന്നെ ഒരു കറക്ഷൻ ഉണ്ട്. ഇന്ത്യയിൽ സീപ്ലെയിൻ ഓടിക്കാൻ പറ്റുന്ന ഏക പൈലറ്റ് അല്ല, ആംഫീബിയൻ ട്വിനോട്ടർ സീപ്ലെയിൻ ഓടിക്കാൻ കമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഏക വ്യക്തി എന്നാണ്. ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം ആംഫീബിയൻ എന്ന് വെച്ചാൽ കരയിലും കടലിലും ഉള്ളത്. സീപ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൽ നിന്ന് വെള്ളത്തിലോട്ട് പോകുന്നതിനാണ് സീപ്ലെയിൻ. റൺവേയിൽ അത് ലാൻഡ് ചെയ്യാൻ ചെയ്യില്ല. വേറെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഫീബിയൻ എന്ന് പറഞ്ഞാൽ കരയിലും കടലിലും ഉള്ളത്. അതിൽ ഈ ട്വിനോട്ടർ എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ കമാൻഡ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്റ്റനായിട്ടുള്ള ഏക ഒരാൾ ഞാനാണ്. അതായത് ഈ ഫ്ലോട്ട് തന്നെ 48 എണ്ണം ലോകത്തുള്ളൂ. 48 ഫ്ലോട്ടിനകത്ത് എത്ര സർവീസിലുണ്ടെന്ന് അറിയത്തില്ല. 48 ഫ്ലോട്ട് എന്ന് പറയുന്നത് കരയിലും വെള്ളത്തിൽ ഉള്ളത്. അത് 48 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളൂ ഈ കമ്പനി. അതിനകത്ത് ഇപ്പൊ എത്ര എണ്ണം സർവീസിലുണ്ടെന്ന് അറിയത്തില്ല. ഈ 48 ഉണ്ടെങ്കിലും ഒരു 150 പൈലറ്റിന് മേളിൽ ഇല്ല ലോകത്ത്. അപ്പം അങ്ങനെ ക്യാപ്റ്റന്മാരില്ല ലോകത്ത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര റെയറാണ്. എന്തുകൊണ്ട് ഇത്രയും റെയറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആംഫീബിയൻ കുറച്ച് ഹാർഡാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സ്പെഷ്യൽ സ്കിൽ സെറ്റ് എന്ന് വേണേൽ പറയാം. അപ്പം അതിൻ്റെ ആവശ്യങ്ങൾ പല രാജ്യങ്ങളിലും, ഇപ്പം ഇന്ത്യയെ പോലെ രാജ്യങ്ങൾ ഒത്തിരി ആവശ്യമുണ്ട്. ഇപ്പോൾ കേരളത്തിലായാലും ആവശ്യമുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാൻ ഉള്ളൊരു സൈഡ് വന്നിട്ടില്ല. ഇപ്പം ഈ ഇടയ്ക്ക് നേവിക്ക് അത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അപ്പോൾ ഒരു നേവി ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. അവർ നവംബറിലോട്ടൊരു ഡെമോ വരുന്നുണ്ടെന്ന് പറയുന്നു. ഒറ്റ കമ്പനി ലോകത്തിൽ നിർമ്മിക്കുന്നുള്ളൂ അത് ഈ ഫ്ലോട്ട് നിർമ്മിക്കുന്ന ഒറ്റ കമ്പനിയുള്ളൂ. അത് കനേഡിയൻ അല്ല, അത് അമേരിക്കൻ കമ്പനിയാണ്, വിപ്പയർ എന്ന് പറയുന്നത്. ഈ എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നത് കാനഡ, ഡി ഹാവിലൻഡ് ആണ്. അവർ പക്ഷേ വീൽസിലാണ് നിർമ്മിക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ എയർക്രാഫ്റ്റ് നമുക്ക് വേണേൽ സ്ട്രെയിറ്റ് ഫ്ലോട്ട്സ്, അതായത് കടലിലോട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നതിനാണ് സ്ട്രെയിറ്റ് ഫ്ലോട്ട്സ്. ആംഫീബിയൻ എന്ന് പറഞ്ഞാൽ കരയിൽ നിന്ന് കടലിലോട്ട്. സ്കീ ആക്കാൻ പറ്റും, ഐസിലോട്ട് പോകാൻ പറ്റും, മഞ്ഞിലോട്ട് പോകാൻ പറ്റും, മഞ്ഞിൽ നിന്ന് കരയിലോട്ട് വരാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു മേഖലയിലാണ് ഈ ട്വിനോട്ടർ ഉള്ളത്. പിന്നെ ഇത് വാട്ടർ ബോംബേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ കാനഡ, അമേരിക്ക പോലെ രാജ്യങ്ങളിൽ
ഇത് ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കും. ഇത് പുഴയിലോട്ട് ലാൻഡ് ചെയ്തു, വെള്ളം സ്കൂപ്പ് ചെയ്തു, ഫോറസ്റ്റ് ഫയറിലോട്ട് പോയി വെള്ളം ഡംപ് ചെയ്തു. ഇപ്പം അരുണാചൽ പ്രദേശിൽ വന്ന ഇപ്പം അതൊക്കെ നമ്മുടെ ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എയർഫോഴ്സ് ആണെങ്കിൽ ഇതൊരു പ്രൈവറ്റ് കമ്പനി, സ്റ്റേറ്റ് എടുക്കുന്ന സംഭവത്തിലോട്ട് മാറും. അപ്പോൾ ഈ സീ പ്ലെയിൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വെള്ളത്തിലേക്ക് താഴും, അതാണ് സീ പ്ലെയിൻ. അതെ, അല്ലാതെ ഒരിക്കലും ഒരു കടലിൽ കരയിൽ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കരയിൽ ലാൻഡ് ചെയ്യുമ്പോൾ ആംഫീബിയനായി. അപ്പോൾ ഈ സീ പ്ലെയിനുകൾ ധാരാളം ഉണ്ടോ ലോകത്തിൽ? സീ പ്ലെയിനുകൾ ധാരാളം ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സീ പ്ലെയിൻ കമ്പനിയിലാണ് എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത്. അത് മാൽദീവ്സിലുള്ള ട്രാൻസ്മോൾദീവൻ എയർവേസ്. അവർ ഇപ്പോൾ നിലവിൽ ഏകദേശം 80 പ്ലെയിൻ്റെ മേളുണ്ട്. മാൽദീവ്സ് എക്കോസിസ്റ്റത്തിൽ 100-ലധികം പ്ലെയിനുകളായി ഇപ്പോൾ. അപ്പം അത്രയും ഈ നമ്മുടെ മാൽദീവ്സിലുള്ള പ്ലെയിനൊക്കെ രണ്ടാം യുദ്ധത്തിലൊക്കെ ഉപയോഗിച്ച പ്ലെയിനുകളാണ്. അതിപ്പോഴും ഒരു പ്രശ്നമില്ലാതെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു. അതുപോലെ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ ഈ സീ പ്ലെയിനുകൾ ഉണ്ടാക്കുന്ന ധാരാളം കമ്പനികൾ ലോകത്തിലുണ്ടോ? സീ പ്ലെയിനുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഒരു 2-3 നമുക്ക് കൂടുതലും കൊമേഴ്ഷ്യലി ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ മിലിറ്ററി യൂസിലോട്ട് മാറി. അത് ഒന്ന് ഈ ഡി ഹാവിലൻഡ് ആണ്, പിന്നെ ഒന്ന് കാരവൻസ് ആണ്, ഈ ചെറിയ സിംഗിൾ എഞ്ചിൻ ഉള്ളത്. സിംഗിൾ എഞ്ചിനും ഡുവൽ എഞ്ചിനും നമ്മുടെ ഇപ്പോൾ മൾട്ടി എഞ്ചിനാണ്. അതിനുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ മൾട്ടി എഞ്ചിൻ സിംഗിൾ എഞ്ചിനാണ് കുറച്ചുകൂടെ പാട് ആക്ച്വലി. സീ പ്ലെയിനിലോട്ട് വരുമ്പോൾ സിംഗിൾ എഞ്ചിനാണ് മാനുവർ ചെയ്യാൻ പാട്. അതിനപ്പം വെള്ളത്തിനകത്ത് നമ്മുടെ ബോട്ടിനകത്തുള്ള റഡർ പോലൊരു സംവിധാനമുണ്ട്. വേറെ നമ്മുടെ മൾട്ടി എഞ്ചിൻ എന്ന് പറയുമ്പോൾ 2 എഞ്ചിനുണ്ട്. ഒരു എഞ്ചിന് പവർ കൂട്ടാം, ഒരു എഞ്ചിന് പവർ കുറയ്ക്കാം. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. സിംഗിൾ എഞ്ചിനിൽ ആ ഒരു ഇതില്ല. അപ്പോൾ ഈ അരുണിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അച്ഛൻ നേവിയിലായിരുന്നു അല്ലേ? അല്ലല്ല, അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. അച്ഛൻ റിട്ടയർ ആയത് പക്ഷേ ഈ സീ പ്ലെയിനിലാണ്. എഞ്ചിനീയർ ആയിരുന്നു. ഒരു 17 വർഷം ഭയങ്കര സീനിയർ ആയിട്ടുള്ള എഞ്ചിനീയർ ആയിട്ട് റിട്ടയർ. അങ്ങനെയാണ് എനിക്കൊരു അവസരം കിട്ടുന്നത്. അപ്പോൾ അച്ഛൻ പണ്ട് തൊട്ടേ ഇത് നീ പൈലറ്റ് ആകണം എന്ന് പറഞ്ഞ് വളർത്തിയാണ്? ഇല്ല, അച്ഛൻ ഒരിക്കലും നീ എന്താ എയർഫോഴ്സിൽ പോകരുത്, എനിക്ക് എയർഫോഴ്സിൽ പോകണമെന്നൊക്കെ ആയിരുന്നു. ഒന്ന് എയർഫോഴ്സിൽ പോകരുത് എപ്പോഴും പറയായിരുന്നു. നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. ഒന്ന് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അതുപോലെ നിൽക്കണം. എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടായിരിക്കും നിനക്ക് പറ്റിയ മേഖലയല്ലെന്ന് എപ്പോഴും പറയും. പക്ഷേ എപ്പോഴോ എനിക്ക് പൈലറ്റ് എന്നുള്ള മോഹം കുഞ്ഞിലെ മുതൽ കഥകൾ കേട്ടിട്ടുണ്ട്. അച്ഛൻ ഇപ്പം ഈ LTT ഓപ്പറേഷൻ, പവൻസ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്. അതെ, മാൽദീവ്സിൽ ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്. മാൽദീവ്സ് പ്രസിഡന്റിന്റെ അതല്ല, ഒരുപാട് മുമ്പ് മാൽദീവ്സ് അറ്റാക്ക് ചെയ്തായിരുന്നു. ആ അറ്റാക്കിൽ ഇന്ത്യയാണ് ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഥകളൊക്കെ കേട്ട് വളർന്ന് എനിക്ക് എഞ്ചിനീയേഴ്സിനോട്, അച്ഛൻ ഫ്ലൈയിങ് ക്രൂ ആയിരുന്നു. അച്ഛൻ അന്ന് ഫ്ലൈറ്റിലുള്ള ഹെലികോപ്റ്ററിലെ എഞ്ചിനീയർ ആയിരുന്നു. അപ്പം ഈ അതിനകത്തുണ്ടായത്, അപ്പം ഈ കേൾക്കുന്ന കേൾവിക്കത് എഞ്ചിനീയറിൻ്റെ സൈഡിനേക്കാളും കൂടുതൽ പൈലറ്റിങ്ങിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെ മുതൽ ആ ഒരു ആഗ്രഹമുണ്ട്. ഞാൻ സീ പ്ലെയിൻ ആദ്യമായിട്ട് കാണുന്ന 6ാം ക്ലാസ്സിൽ വെച്ചാൽ. 6ാം ക്ലാസ്സിൽ വെച്ചിട്ടാണെങ്കിലും ചുമ്മാ ഒരു ഫോട്ടോ, ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഞാൻ കോക്പിറ്റിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് മാൽദീവ്സിൽ. അവിടെ നിന്ന് അത് ഇന്ന് ഞാൻ അതേ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇപ്പം ഞാൻ സംസാരിച്ച് പറക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു. എന്തൊക്കെയാണ് പഠിച്ചത് അതിനുശേഷം? ഞാൻ +2 കോളേജ് കാലഘട്ടം വരെ നാട്ടിലാണ്. SB കോളേജിലാണ് ഞാൻ BCom ചെയ്യുന്നത്. എൻ്റെ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഞാൻ ഇതിലോട്ട് പോയി. ഇതിലേക്ക് പോയി എന്ന് പറയുമ്പം ഇപ്പോൾ സാധാരണ ഇത് നമ്മളിപ്പം പൈലറ്റ് ആണെന്ന് ആഗ്രഹിച്ച എല്ലാവരും എവിടെയെങ്കിലും പോയി സാധാരണ ഒരു വിമാനം പറപ്പിക്കാൻ വേണ്ടി പഠിക്കും. എങ്ങനെ ഈ സീ പ്ലെയിൻ അല്ലെങ്കിൽ അംഫിബിയനിലേക്ക് പോകാൻ തീരുമാനിച്ചത്? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം ലൈസൻസ് ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും. ഞങ്ങളുടെ ബേസ് ലൈസൻസ്, കൊമേഴ്ഷ്യൽ ലൈസൻസ് സെയിമാണ്. ഞങ്ങളെല്ലാം കരയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ടൊരു എക്സ്ട്രാ ആഡ് ഓൺ ആണ് ഈ സീ പ്ലെയിൻ എന്ന് പറയുന്നത്. അതും അമേരിക്കയിലാണ് ചെയ്തത്. അപ്പോൾ അത് ഈ സാധാരണ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്തിട്ട് ഇത് എക്സ്ട്രാ വേറൊരു പോകണം. ഇതൊരു എക്സ്ട്രാ റേറ്റിംഗ് എന്ന് പറയാം. എക്സ്ട്രാ റേറ്റിംഗിലോട്ട് നമ്മൾ പോയി. അങ്ങനെ എനിക്ക് സിംഗിൾ എഞ്ചിൻ തുടങ്ങി. സിംഗിൾ എഞ്ചിൻ സീ പ്ലെയിൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാൽദീവ്സിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ എനിക്ക് മൾട്ടി എഞ്ചിനായി. എന്തുകൊണ്ട് സീ പ്ലെയിനിലോട്ട് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അന്ന് അവിടെ ആയിരുന്നു ജോലി, മാൽദീവ്സിലായിരുന്നു. ഇനിയിപ്പോൾ ഏറ്റവും എത്തിപ്പെടാൻ എളുപ്പമുള്ള ഇത് അങ്ങനെയായിരുന്നു. അന്ന് താൽക്കാലികമായിട്ട് തുടങ്ങിയതാണെങ്കിലും പിന്നീട് ഈ ജോലി ഒത്തിരി ഇഷ്ടപ്പെട്ടു തുടങ്ങി. ബാക്കിയുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള എയർലൈൻസിനേക്കാളും ഒരുപാട് വ്യത്യാസങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ജോലിയുടെ രീതിക്കുണ്ട്. ഞങ്ങളെ ഉള്ളൂ ചെരുപ്പിട്ട് ജോലിക്ക് പോകുന്നവര്, നിക്കറിട്ട്. അതെ, നിക്കറിട്ട് ചെരുപ്പിട്ടു നിക്കറിടാം. നമുക്കിവിടെ നിക്കറാണ് നമ്മള്. നമുക്ക് രണ്ടും ഉണ്ട്. പക്ഷെ നമ്മൾക്ക് പ്രിഫർ ചെയ്യുന്നത് സീ പ്ലെയിൻകാർ എപ്പോഴും നമ്മൾ ഒരു ബാഗ് ഇട്ട് ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്ന പോലെ രാവിലെ പോകും. ഞങ്ങളുടെ ജോലിയുടെ രീതി അതാ. ചെരുപ്പിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നവർ വേറെ ആരും ലോകത്തില്ല. ഒന്നത്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രാത്രിയിൽ ഫ്ലൈയിങ് ഇല്ല. അപ്പോൾ ഈ സർക്കേഡിയം റിതം, രാത്രിയിൽ നമ്മൾ ഉറക്കമില്ലാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹെൽത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ബയോളജിക്കൽ ക്ലോക്കിനെ
അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അതെന്തുകൊണ്ടാണ് ഇതിന്റെ ഏവിയോണിക്സ് ഒന്നും രാത്രിയിൽ ഇറങ്ങാൻ അല്ലല്ല, ഇത് എയർക്രാഫ്റ്റ് ഈ ഫ്ലോട്ട് മാറ്റി വീല് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങാം. അങ്ങനെ വരുമ്പോൾ ഈ മാൽഡീവ്സിലൊക്കെ സീ പ്ലെയിൻ മാത്രമുള്ളടുത്ത് സീയും കൂടെ റഫാണ് ഇവർ അടുത്ത് ഇറങ്ങും. അല്ല, അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്ത് ഇറങ്ങും. ഇപ്പം ഒരു സീ എന്ന് പറയുമ്പം ഒരു ഐലൻഡിലാണല്ലോ നമ്മൾ ഇറങ്ങുന്നത്. ഐലൻഡിൽ ഒരു സൈഡ് എപ്പോഴും റഫ് ആകത്തുള്ളൂ, മറ്റേ സൈഡ് കാമായിരിക്കും. ഒരു സൈഡ് ഭയങ്കര മോശമാണെങ്കിൽ മറ്റേ സൈഡ് നല്ല കാമായിരിക്കും. അപ്പോൾ ഈ സൈഡ് മാറി ഇറങ്ങുക എന്നുള്ളതാണ്. ഇനി രണ്ട് സൈഡും പറ്റത്തില്ലെങ്കിൽ അടുത്ത ഐലൻഡിലോട്ട് ഇറങ്ങും. ഇത് ഭയങ്കര എക്കോസിസ്റ്റം, വലുതായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും വേണ്ട നമുക്ക്. നമ്മൾ കണ്ടു, ജഡ്ജ് ചെയ്തു. മാൽദീവ്സിൽ ആദ്യത്തെ കമ്പനിയുടെ പേര് തന്നെ മാൽദീവൻ എയർ ടാക്സി എന്നാണ്. ഒരു ടാക്സി എന്നുള്ളൊരു കണക്കിലാണ് അവരെടുത്തത്. ഇനി ഏതെങ്കിലും തരത്തിൽ സീയിൽ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ സീ പ്ലെയിൻ എവിടെയെങ്കിലും ഇറങ്ങാൻ പറ്റും. എമർജൻസി അനുസരിച്ചാണെങ്കിൽ നമുക്ക് ലാൻഡിൽ ഇറക്കാൻ പറ്റും, റൺവേയിൽ നമുക്ക് ഇറക്കാൻ പറ്റും, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള സർഫസിൽ ഇറങ്ങാൻ പറ്റും. പക്ഷെ അതൊരു അപ്പോൾ ആ റൺവേ നമ്മൾ ബ്ലോക്ക് ആക്കി, പ്ലെയിൻ ഒന്നും പറ്റത്തില്ല. പക്ഷെ റൺവേ ബ്ലോക്ക് ആക്കി. പക്ഷെ അതിനെ പിന്നെ ക്രെയിൻ എടുത്ത് മാറ്റേണ്ടി വരും. സ്വാഭാവികമായിട്ടും വരുന്ന സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണം. പക്ഷെ ഒരു എമർജൻസി ആയി മാറിയപ്പോൾ നമ്മൾ എമർജൻസി അഡ്രസ് ചെയ്ത് മാറി. അങ്ങനെ സംഭവം മാൽദീവ്സ് നടന്നിട്ടില്ല, നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്ത് ലാൻഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ആംഫിബിയൻ ആണെങ്കിൽ ഇത് എത്ര ഹൈറ്റ് വരെ പറക്കാൻ പറ്റും? നമ്മുടെ പ്ലെയിൻ 25,000 അടിയാണ്. പക്ഷെ നമ്മുടെ പ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റ് അല്ല, നോൺ പ്രഷറൈസ്ഡ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ല. അതുകൊണ്ട് 10,000 അടി ലീഗലായിട്ടുള്ള റെസ്ട്രിക്ഷൻ ആണ്. പൈലറ്റ്സിന് 10,000 അടിയേ പോകാൻ പറ്റത്തുള്ളൂ. 10,000 അടി മേളിൽ പോകണമെങ്കിൽ നമുക്ക് ഓക്സിജൻ, നമുക്ക് മാസ്ക് വെക്കണം. പാസഞ്ചേഴ്സിന് 12,500 അടി വരെ ഓക്സിജൻ ഇല്ലാതെ പോകും. അതിന് മേലോട്ടാണെങ്കിൽ എല്ലാവർക്കും അപ്പം ഓക്സിജൻ വേണം. ആ ഒരു റിക്വയർമെന്റ് കാരണം ഇന്ത്യയിൽ നമ്മൾ 10,000 അടിയിൽ താഴെയാണ്. അല്ലാതെ എ സി ഉണ്ട്, നമ്മുടെ ഇതിനകത്ത് എ സി ഉണ്ട്. അതെല്ലാം നമ്മുടെ പിന്നെ ഒരു റിക്വയർമെന്റ് ആയി മാറി. ഇപ്പം നമുക്ക് എ സി വെക്കണോ, ഇപ്പം 19 സീറ്റാണ് ഉള്ളത്, 19 സീറ്റിനെ മാറ്റി 15 സീറ്റാക്കിയിട്ട് കൂടുതൽ ലഗേജ് കൊണ്ടുപോകണോ, അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിലോട്ട് മാറി. നമ്മളിപ്പോൾ ഇവിടുന്ന് ലക്ഷദ്വീപിലേക്ക് പ്ലാൻ ചെയ്ത് എത്ര സീറ്റാ? ഇപ്പം 19 സീറ്റ് തന്നെ. 19 സീറ്റ്. അതെ. എത്ര നേരമാണ് നമുക്ക് ഇവിടുന്ന് അവിടെ വരെ എത്താൻ വേണ്ടി വരുന്നത്? അഗത്തി ഇപ്പോൾ ആദ്യത്തെ ലക്ഷദ്വീപ് ഐലൻഡ് കൽപ്പേനി എന്ന് പറയും. കൽപ്പേനിലോട്ട് എത്താൻ ഏകദേശം 1 മണിക്കൂർ 20 മിനിറ്റ് 30 മിനിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു, അവിടെ നിന്ന് വെള്ളത്തിലിറങ്ങും. അതെ, ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ലക്ഷദ്വീപ് കുറച്ചൊരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മാൽദീവ്സ് പോലത്തെ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടേ ഇവിടെ വരുമ്പോഴത്തേക്ക് മാൽദീവ്സ് ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആണെങ്കിൽ ഇവിടെ നമ്മൾ കറക്റ്റ്, പ്രത്യേകിച്ച് മലയാളം കൂടെ പറയുന്ന, ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. അപ്പോൾ എന്നിട്ട് പിന്നെ ഐലൻഡ് ടു ഐലൻഡ് വീണ്ടും നമ്മൾ വെള്ളത്തിലോട്ട് പിന്നെ നമ്മൾ ഗിയർ താക്കുന്നില്ല. പിന്നെ നമ്മൾ ഗിയർ പൊക്കി വെച്ച് പിന്നെ ഗിയർ താക്കുന്ന തിരിച്ച് കൊച്ചിയിൽ വരുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്കും, ഇപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് ബോംബെ വിയറ്റ്നാം ഒക്കെ പോകും. അപ്പോൾ ഞാൻ ഇപ്പോഴേ നോക്കി ബോംബെ വെതറൊക്കെ ഉണ്ട് ആകാശത്തൊക്കെ, അപ്പോൾ നല്ല മഴയാന്ന് കണ്ടു. ഇവർക്ക് രണ്ടും നോക്കണ്ടേ അല്ലേ? വെള്ളത്തിലെ ഞങ്ങൾക്ക് രണ്ടും നോക്കണം. ഞങ്ങൾക്ക് വെള്ളത്തിലെ കാര്യം ചോദിക്കണം, അതായത് ആരെങ്കിലും വിളിച്ചു ചോദിക്കണം. നമ്മൾ പ്രിഫറബിളി നമ്മൾ ഈ ബോട്ടുകാരൊക്കെ വിളിച്ചു ചോദിക്കും, അതായത് എങ്ങനെയുണ്ട്, അവർക്ക് കൂടുതൽ അറിയാമല്ലോ. ഇപ്പൊ കാലാവസ്ഥ എങ്ങനെയുണ്ട്, വെള്ളം എങ്ങനെയുണ്ട്, വെയിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ അറിയാം. അപ്പൊ അവർ പറയും ഒന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല പോരാൻ പറയും, അല്ലെങ്കിൽ പറയും ഇച്ചിരി മോശമാണ്, ഒന്ന് ആലോചിച്ചിട്ട് വരാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വേഴ്സ്റ്റ് കേസ് നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ക്യാൻസൽ ചെയ്യും ഒന്നെങ്കിലും ഫ്ലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഇപ്പം ഒരു ഐലൻഡ് എന്നുള്ളത് വേറെ ഐലൻഡിലോട്ടാക്കും. എന്നിട്ട് നമ്മൾ ആ സോർട്ട് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് കാമാം. ഈ സീ എപ്പോഴും റഫ് ആയിരിക്കത്തില്ല, ആ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അതിനൊരു കാംനെസ് വരും. ഈ നമ്മളിപ്പം എൻ്റെ ഫ്രണ്ടാണ് ആനന്ദ് എന്ന് പറയുന്ന നമ്മുടെ ഫ്രണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ആനന്ദ് ATR പറപ്പിച്ച സമയത്ത് പറഞ്ഞു, ചേട്ടാ ഈ ലോകത്തിൽ വിൻഡിന്റെ പോക്ക് നോക്കാതെ നിർമ്മിച്ച ഒരേ ഒരു റൺവേ ലക്ഷദ്വീപിലാന്ന് തോന്നുന്നു. എപ്പോൾ ചെന്നാലും ക്രോസ് വിൻഡ് ആണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഈ ചെറിയൊരു എയർക്രാഫ്റ്റിന് കാര്യമായ രീതിയിൽ ഞങ്ങൾക്ക് ക്രോസ് വിൻഡ് നമുക്കൊരു ലിമിറ്റേഷൻ ഇല്ല. ക്രോസ് വിൻഡിന് ഒരു ഡെമോൺസ്ട്രേറ്റഡ് ലിമിറ്റ് ഉണ്ട്, 17 നോട്ട് എന്ന് പറയും. അതിന്റെ മേലോട്ട് നമുക്കൊരു ലിമിറ്റേഷൻ ആയിട്ട് വെച്ചിട്ടില്ല. വേറെ ടെയിൽ വിൻഡ് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഇത്ര ടെയിൽ വിൻഡിന്റെ മേളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ക്രോസ് വിൻഡ് നമ്മുടെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഹെഡ് വിൻഡ് ആക്കാം. കടലല്ലേ, ഇവിടെ തന്നെ ലാൻഡ് ചെയ്യണമെന്നില്ല. കാറ്റ് വിടുന്നതാണ് നമ്മൾ ഇങ്ങോട്ടാക്കും. അപ്പൊ എപ്പോഴും നമുക്ക് ഹെഡ് വിൻഡ് എന്നുള്ള ചോയ്സ് ഉണ്ട്. നമ്മൾ ഹെഡ് വിൻഡിൽ നിന്ന് ക്രോസ് വിൻഡ് ആകുന്നത് കടലിനെ ആശ്രയിച്ച. നമുക്ക് വേവ്സിന്റെ മുമ്പോട്ട് പോകണോ അതോ വേവ്സിനെ പാരലൽ ചെയ്ത് ലാൻഡ് ചെയ്യണോ എന്നുള്ളത് അപ്പോഴത്തെ തീരുമാനമാണ്. അതിന്റെ വേവിന്റെ വലുപ്പവും അനുസരിച്ച് നമ്മൾ തീരുമാനിക്കുന്നു. അവിടെ കുറച്ച് വ്യത്യാസം വരുന്നു നമ്മുടെ. അപ്പം നമ്മൾ എന്നിട്ട് പിന്നെ ഈ കടലിന്റെ സൈഡിൽ കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇറങ്ങുന്നത് വെള്ളത്തിൽ ചവിട്ടി തന്നെയാണ് ഇറങ്ങുന്നത്. അതെ, നമ്മൾ ഇപ്പൊ ഇന്ത്യയില് ഫിക്സ്ഡ് പ്ലാറ്റ്ഫോം എന്ന് പറയും. അതായത് ഒരു ജെട്ടിന്ന് ഒരു പ്ലാറ്റ്ഫോം ഇട്ടേക്കുക, അവിടെ നമ്മൾ അടുപ്പിച്ചിട്ട് ആ പ്ലാറ്റ്ഫോമിലോട്ട് ആൾ ഇറങ്ങുന്നു, ജെട്ടിയിലോട്ട് പോകുന്നു. വേറെ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ കടലിനെ നടുക്ക് ഒരു പീസ് തടി ഇട്ടേക്കുക, അവിടെ നമ്മൾ പാർക്ക് ചെയ്യുന്നു. ഒരു സൈഡിൽ പ്ലെയിൻ, ഒരു സൈഡിൽ ബോട്ട്, നടുക്ക് പ്ലാറ്റ്ഫോം. മാൽദീവ്സിലുള്ളത് പോലെ. അതെ അതെ അതെ, അത് തന്നെയാണ് ലോകം മുഴുവൻ. മാൽദീവ്സിലെ പ്രാക്ടീസാണ് നമ്മൾ ലോകം മുഴുവൻ നോക്കുന്നത്.
അപ്പം ഇത്രയും രാജ്യങ്ങൾ മാൽഡീവ്സ് അതുപോലെ US പഠിച്ചു ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കേരളത്തിലെ സീപ്ലെയിൻ സാധ്യത അല്ലെങ്കിൽ ആംഫിബിയൻ സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് അരുണ് തോന്നിയത്? കേരളത്തിൽ ഞാൻ ഈ പെർട്ടിക്കുലർ കമ്പനിയോട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത് 2024 2024 അവസാനമാണ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു. അപ്പം അന്ന് മുതൽ നമ്മൾ കേരളത്തിലെ റൂട്ടുകളാണ് ഞാൻ കൂടുതൽ നോക്കിയത്. ഞാൻ ആന്ധ്രാപ്രദേശ് നോക്കി, നമ്മുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ മിനിസ്റ്റർ അവിടെ നിന്നല്ലേ. അപ്പം അങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ മാക്സിമം കേരളത്തിലോട്ട് കൊണ്ടുവരാൻ നോക്കാനും കാരണം ഒന്ന് മലയാളി ആയതുകൊണ്ടും, രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. ബാക്കിയുള്ള ഇന്ത്യക്കാരെക്കാൾ എനിക്ക് തോന്നിയിരിക്കുന്നത് നമുക്ക് ഒരു പുതിയൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കയറണം എന്നുള്ള താല്പര്യമുള്ളതാണ്. അപ്പോൾ ഞാൻ മാട്ടുപ്പെട്ടി പോയി നോക്കിയിട്ടുണ്ട്, ഞാൻ കൊല്ലം, ഞാൻ പിന്നെ അഷ്ടമുടി, വയനാട്, ബോൾഗാട്ടി, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ. ഇത് ഇപ്പം 5 മണിക്കൂറാണ് കൊച്ചിയിൽ നിന്ന് നമുക്ക് മൂന്നാർ വരെ. അത് നമ്മൾ 30 മിനിറ്റ് കുറയാണ്, 30 മിനിറ്റിലോട്ട് മാറുകയാണ്. അതിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ലാഭിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഒരു മണ്ണിടിച്ചിലുണ്ടായി, റോഡ് ബ്ലോക്കായി, അതൊന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇവാക്യുവേഷൻ. ഇതിന് നമുക്കൊരു സീറ്റ് മാറ്റി ഒരു സ്ട്രക്ചർ വെക്കാൻ ഏകദേശം 5-10 മിനിറ്റിന് കാര്യമുള്ളൂ. അത് നമുക്ക് മാറ്റി വെച്ചു മെഡിക്കൽ ഇവാക്യുവേഷൻ ചെയ്യാൻ. അങ്ങനെ ഒരു സാധ്യതകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഈ ഞാൻ ഈ ഒരുപാട് സ്ഥലത്ത് നിന്നിട്ടുണ്ടെങ്കിലും കേരളം ഒരുപാട് സ്ഥലങ്ങളിൽ അറിയാം. ഇന്ത്യയെക്കാളും കൂടുതൽ അറിയപ്പെടുന്നത് എനിക്ക് പലപ്പോഴും കേരളമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഓപ്ഷൻ നമ്മുടെ ഈ മിനിസ്റ്റേഴ്സൊക്കെ നമ്മൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പം വയനാടാണ്, വയനാട് നിന്ന് ഒരാളെ എവാക്യുവേറ്റ് ചെയ്ത് പെട്ടെന്ന് കോഴിക്കോട് ഹോസ്പിറ്റലിൽ എത്തിക്കാനൊക്കെ. അതെ, കുമരകം ഞാൻ വന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുമരകം ഹോട്ടൽ ഗ്രൂപ്പ്സിനെ തന്നെ, ഇപ്പോൾ താജ് എന്ന് പറഞ്ഞ ഹോട്ടൽ ഗ്രൂപ്പിനാണെങ്കിൽ എല്ലായിടത്തും റിസോർട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. മാൽദീവ്സ് പോലായി കുമരകത്തു നിന്ന് അവരുടെ ആൾക്കാരെ എടുത്ത് നമുക്ക് മൂന്നാറിലാക്കാം, മൂന്നാറിൽ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്നിട്ട് എത്രത്തോളം ഉണ്ട് നമ്മുടെ അധികാരികൾക്ക് ഇതിനോടുള്ള ഒരു മനോഭാവം എന്താണ്? ഇവർക്ക് മനസ്സിലാക്കുന്നുണ്ടോ? ഇവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് നിയമങ്ങളും മാറ്റിപ്പിച്ചു. നിയമമല്ല, നമ്മുടെ റെഗുലേഷൻസ് മാറ്റിപ്പിച്ചു. 2 രീതിയിലാണ് നോക്കുന്നത്. ഒന്ന് മിനിസ്ട്രിയുടെ ലെവൽ, ഒന്ന് അതിനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റേഴ്സ് ലെവൽ. മിനിസ്ട്രിയുടെ ലെവലിൽ നിന്നാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. അത് PMOയുടെ ഓഫീസിൽ നിന്നുള്ള എനിക്കൊന്നൊരു ഡ്രീം പ്രൊജക്റ്റാണ് ഈ സീപ്ലെയിൻ എന്ന് പറയുന്നത്. ഭയങ്കര സപ്പോർട്ടാണ് ആ ഒരു സൈഡിൽ നിന്ന്. റെഗുലേറ്ററിയിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവർക്ക് നിയമം മാറ്റണം, കരട് ആദ്യം പാസ്സാക്കണം, അതിന് കമൻറ്റ് സെഷൻ വന്നിട്ട് വേണം നിയമം ആക്കാൻ. നമുക്കായിട്ടുള്ള ആക്റ്റീവ് ഡിസ്കഷൻ എപ്പോഴും ഉണ്ട്. നമ്മൾ അതുപോലെ ക്ലോസ്ലി വർക്ക് ചെയ്തിട്ട് കുറേ നിയമങ്ങൾ നമ്മൾ എക്കോസിസ്റ്റത്തിനെ ബാധിക്കാതിരിക്കാൻ, നമ്മൾ ഇതിനൊരു എയർപോർട്ടായിട്ട് കൺസിഡർ ചെയ്യാതെ ഇതിനെ ഒരു കടലിലിറങ്ങുമ്പോൾ ഒരു ബോട്ടായിട്ട് മാറുക എന്നുള്ള കൺസെപ്റ്റ്, അതിൻ്റെ സിവിൽ സെക്യൂരിറ്റിയുടെ നിയമങ്ങൾ കുറച്ച് അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് സപ്പോർട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇത് പുതിയതാണ്. ഈ ഒപ്പിടുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. കാരണം അവരാണല്ലോ അത് റിസ്ക് എടുക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമങ്ങൾ മാറ്റി. അപ്പം ആ ഒരു അച്ചീവ്മെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഒരു കേരളം ഒരു പോർട്ട് സിറ്റി. അതെ, അതിന് ഏറ്റവും പറ്റുന്ന കറക്റ്റാണ് ഇത്. ഇപ്പം മാൽദീവ്സ് കാനഡയിൽ നിർമ്മിതമായ പ്ലെയിനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹാർബർ എയർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത് എനിക്ക് തോന്നുന്നത് വാങ്കൂവറിൽ നിന്ന് കണക്ട് ചെയ്യുന്നതാണ്. വാങ്കൂവർ ഒരു ഹാർബറാണ്. അപ്പോൾ ഈ ഹാർബറിൻ്റെ കപ്പലിൻ്റെ ഇടയ്ക്ക് ഇത് ലാൻഡ് ചെയ്യുന്നു. അതിനെ അങ്ങനെ ചിത്രീകരിച്ചവരാണ് ഇവർ. അപ്പം ഇതിനൊക്കെ സാധ്യതകൾ നമുക്ക് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആദ്യം ഇത് വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഈ മുക്കൂർ അവരുടെ വലകൾ ഫിഷ് നെറ്റിൽ ഇത് കൂടുന്നൊക്കെ പറഞ്ഞ സമരമൊക്കെ. അതൊന്നുമില്ല. നമുക്ക് അതൊക്കെ നമുക്ക് തെറ്റിദ്ധാരണകളും, തെറ്റിദ്ധാരണയും, 2 രാഷ്ട്രീയവും ഇതിനകത്തുണ്ട്. പിന്നെ ഈ 3 പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവയർനെസ്സിൻ്റെ കുറവാണ്. ഇത് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫിഷ് നെറ്റിൽ കുടുങ്ങും എന്ന് പറയാൻ ഇവരാരും സീപ്ലെയിനിൽ കയറിയവരല്ല. അപ്പം നമുക്കിത് 0.8 മീറ്റർ വെള്ളത്തിൻ്റെ അടിയിൽ, അതായത് വെള്ളത്തിൽ ആഴം മതി, അതായത് 1 മീറ്റർ കുറവ് മതി എന്ന് ലാൻഡ് ചെയ്യാന്നുള്ളവരാണ് നമ്മൾ. ഫിഷ് നെറ്റ് ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഫിഷ് നെറ്റിൻ്റെ മേളിലല്ല, നമുക്ക് കടൽ കിടക്കുകയല്ലേ, വെള്ളം കിടക്കുകയല്ലേ, നമുക്ക് അവിടെ ലാൻഡ് ചെയ്യണം, നമ്മൾ അടുത്ത സ്ഥലത്ത് ലാൻഡ് ചെയ്തോളാം. നമ്മൾ എക്കോസിസ്റ്റത്തിനെ യാതൊരു രീതിയിലും ബാധിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഇപ്പം നമ്മുടെ ഈ റെഗുലേഷൻസുമായിട്ടുള്ള ഏറ്റവും വലിയ ഫൈറ്റും അതായിരുന്നു. അവിടെ റിക്വയർമെൻറ്റ്സ് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പോൾ അവരെ കുറച്ച് കൊണ്ടുവന്ന് കൺവിൻസ് ചെയ്യാൻ തന്നെ നമ്മൾ എടുത്തത് ഇതാണ് നമ്മുടെ പോയിന്റ്. അവരെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. അപ്പം അത് അവർക്ക് പിന്നെ ലക്ഷദ്വീപ് പോലെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ DGCA റെഗുലേറ്റേഴ്സിനെ വന്ന് കാണിച്ചപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ലക്ഷദ്വീപുകാർക്ക് എത്രത്തോളം ആവശ്യമാണ് ഈ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ മൺസൂൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഷിപ്പുകളുടെ എണ്ണം കുറഞ്ഞു. മറ്റേത് ആഴ്ചയിലും ഉള്ള ഷിപ്പുകൾ മാസത്തിൽ 1 കുറഞ്ഞു. റേഷൻ കുറഞ്ഞു.
അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ബുദ്ധിമുട്ടായി, ഇവാക്യുവേഷൻ ഇല്ലാതെ വന്നു. രാത്രി ഇവാക്യുവേഷൻ ഇവർക്കില്ല, രാത്രി നമുക്കുമില്ല. പക്ഷെ നമ്മൾ ആ പവൻ ഹാൻസ് ഹെലികോപ്റ്റർ പോകുന്നതിനേക്കാളും കൂടുതൽ വെതർ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ വേഴ്സറ്റൈലായിട്ട് നമുക്ക് മനൂവർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഇതുമുണ്ട്, സാധ്യതകളുണ്ട് ഒരുപാട്. അത് നമ്മൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യും, നമ്മുടെ സർക്കാർ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നതനുസരിച്ചിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽസിനൊക്കെ അയച്ചു കൊടുക്കാം, ഗവൺമെൻറ് തലത്തിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കാം, നോക്കട്ടെ എത്രത്തോളം പറ്റുമെന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പഠിച്ച കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇത് ആദ്യം സാധാരണ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കുന്നു, അതിനുശേഷം ഈ ഒരു ആംഫിബിയൻ അല്ലെങ്കിൽ സീപ്ലെയിൻ പറപ്പിക്കാൻ വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നുണ്ടോ? അതോ വളരെ ഇല്ല, ഇപ്പം ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ സീപ്ലെയിൻ കമ്പനികളില്ല, സീപ്ലെയിൻ സ്കൂളുകളില്ല. ഇപ്പം ഞാൻ അമേരിക്കയിൽ തന്നെയാണ് സീപ്ലെയിനും എടുത്തത്. മയാമിയിലാണ് ഞാൻ എൻ്റെ സാധാ ട്രെയിനിങ് എടുത്തത്. അവിടെ ഞാൻ ഒർലാൻഡോ പോയി ജാക്ക് ബ്രോൺസ് എന്ന് പറഞ്ഞൊരു സീപ്ലെയിൻ കമ്പനിയിൽ, അത് പൈപ്പർ കബ് എന്ന് പറഞ്ഞ പ്ലെയിനാണ്, ഫാബ്രിക്കാണ്, തുണിയാണ്, ഒരു ടൈപ്പ് റെക്സിൻ പോലത്തെ ഒരു തുണിയിലാണ് പ്ലെയിൻ തന്നെ നിർമ്മിച്ചേക്കുന്നത്. അപ്പം അതിൽ ഫ്ലൈ ചെയ്ത് ഒരു 2 പൈലറ്റ് ഫ്രണ്ടിലും പുറകിലുമായിട്ട് ഇരിക്കുന്ന പോലത്തെ അതിലാണ് ഞാൻ ആദ്യമായിട്ട് സീപ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെ സീപ്ലെയിൻ എടുത്തു. അതൊരു 10 മണിക്കൂർ ട്രെയിനിങ്ങേ ഉള്ളൂ എക്സ്ട്രാ വരുന്നത്. 10-15 മണിക്കൂർ അതിൻ്റെ മേലോട്ടില്ല. അപ്പോൾ നമ്മൾ ട്രെയിൻഡായി. പക്ഷേ ട്രെയിനിങ് ഒന്നും എക്സ്പീരിയൻസ് രണ്ടുമാണ്. എക്സ്പീരിയൻസ് കിട്ടുന്നത് എനിക്ക് മാൽദീവ്സിലാണ്, ആ ഒരു എക്സ്പോഷർ കിട്ടുന്നത്. അവിടുന്ന് ഞാൻ സൗദിയിൽ പോയി, സൗദിയിൽ ജോലി ചെയ്തു. അവിടെ ഞാൻ തിരിച്ച് മാൽദീവ്സ് വന്നിട്ട് ഞാൻ ക്യാപ്റ്റൻ ആകുന്നു. ക്യാപ്റ്റനായിട്ട് പിന്നെ ഞാൻ ഇന്തോനേഷ്യയിലോട്ട് പോയി. ഇന്തോനേഷ്യയിൽ ഗോൾഡ് മൈനിലായിരുന്നു. അപ്പം ഈ ആംഫിബിയൻ ഉള്ളത് എപ്പോഴും കുറച്ച് സ്പെഷ്യൽ സ്കീമുകളിലായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഗോൾഡ് മൈനിലായിരുന്നപ്പോൾ നമ്മൾ ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിൻ്റെ ഓണേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. സൗദിയിലായിരുന്നപ്പോഴും ഭയങ്കര വെരി ഹൈ ഡിഗ്നിറ്ററീസ്, ഒരു പക്ഷേ നമ്മൾ ഏറ്റവും വൈൽഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആൾക്കാരെ പറ്റി എനിക്ക് പേര് പറയാൻ സ്വാഭാവികമായിട്ടും പറ്റത്തില്ല. പക്ഷേ ഏറ്റവും വൈൽഡായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആരായിരിക്കും സൗദി അറേബ്യയിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയായിരിക്കും ഒരു പക്ഷേ ഫ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോൾ സൗദി അറേബ്യയിൽ ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, അതൊക്കെ പേഴ്സണലൈസ്ഡ് ആയി. അപ്പോൾ അവർ ഐലൻഡ്സിലുള്ള പാലസിലേക്കൊക്കെയാണോ? അങ്ങനെ പറയാം. കാൺ ഡിനൈ ഓർ എഗ്രി എന്ന് പറയുന്നതല്ലേ. അങ്ങനെയുള്ള ബോട്ടുകളുണ്ട്. ശരി. അപ്പോൾ ഈ ഇന്തോനേഷ്യയിലൊക്കെ ഈ വെതർ എപ്പോഴും പ്രശ്നമുള്ളൊരു സ്ഥലമല്ല? അതെ, ഞാനവിടെ ഫ്ലൈ ചെയ്യുമ്പോഴൊക്കെ ആലോചിക്കാം. ഇത് നമ്മൾ എത്രത്തോളം ഈ ഇപ്പോഴത്തെ മോഡേൺ ജെറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൈലറ്റുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈയിങ്ങിനേക്കാളും കൂടുതൽ മാനേജിങ് ആണ്. ഹൗ വെൽ യു മാനേജ് എന്നുള്ളതാണ് എൻഡ് ഓഫ് ദി ഡേയിലെ ചോദ്യം. വെതർ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കി. ഈ സീപ്ലെയിൻ എന്ന് മാത്രമല്ല, ഏതൊരു ഏവിയേഷനിൽ ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, യെസ് പറയാൻ നമുക്ക് എപ്പോഴും എളുപ്പമാണ്. എവിടെ നോ പറയണം എന്നുള്ളതിലാണ് നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കാശ് തരുന്നത്. എവിടെ നമ്മളാ നോ പറയുന്നതിലാണ് നമ്മുടെ ആ ഡിസിഷൻ മേക്കിംഗ് ഉള്ളത്. ഡിസിഷൻ മേക്കിംഗ് ഏറ്റവും വേണ്ട ഒരു ഫീൽഡും ഏവിയേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് സേഫ്റ്റിയിൽ ഏറ്റവും പിന്നോക്കം നിന്ന രാജ്യമാണ്. അവിടെ നിന്നൊക്കെ ഒരുപാട് മാറി, അവരുടെ രീതികളും ചിന്താഗതികളും ഒക്കെ മാറി. അവർക്ക് സീപ്ലെയിൻ കമ്പനികൾ ഇപ്പോൾ വന്നു തുടങ്ങി. ഒരു പക്ഷേ ഈ ഡെവലപ്പിംഗ് ആയിട്ടുള്ള തേർഡ് വേൾഡ് കൺട്രീസിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവരാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏവിയേഷനിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു രാജ്യവും ഇന്ത്യ ആയിരിക്കും. നമ്മുടെ എയർക്രാഫ്റ്റ് റൂൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 1930 ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള റൂളിലാണ് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് വരുന്നത്. അതിനൊന്ന് അഴിച്ചുപണിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജനറൽ ഏവിയേഷൻ നമുക്കില്ല. അതായത് ഇപ്പം ബൈചേട്ടൻ ഇപ്പം ഇവിടെ നിന്ന് ഒരു സ്വന്തം പ്ലെയിൻ ഉണ്ടെങ്കിൽ ബൈചേട്ടൻ ഇപ്പോൾ ഓടിച്ച് നമുക്കൊരു എയർപോർട്ട്, ഇപ്പോൾ തേക്കടി എയർപോർട്ടുണ്ട്. എയർപോർട്ടുകളുടെ കുറവില്ല നമ്മുടെ നാട്ടിലും. തേക്കടിയിൽ എയർപോർട്ടുണ്ട്. സ്വന്തം പ്ലെയിൻ ഉണ്ടെങ്കിൽ പോകാനുള്ളൊരു ഫെസിലിറ്റി ഇപ്പം നിലവിലില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല, സ്വന്തമായിട്ട് പോകാൻ പറ്റത്തില്ല. വേറെ പല രാജ്യങ്ങളിലും അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അതൊക്കെ ഇനിയും വരണം. അപ്പോൾ ഈ അമേരിക്കയിൽ പോയി പൈലറ്റ് ലൈസൻസ് എടുത്ത് ഇതും കൂടി ഈ ആംഫിബിയൻ ലൈസൻസ് എടുത്തപ്പോഴത്തേക്ക് ഏകദേശം എത്ര രൂപയ്ക്കാണ് നമുക്ക്? അങ്ങനെ ഈ സാധാരണ എടുക്കുന്ന ഞാൻ പോയത് 2012 കാലഘട്ടത്തിലാണ്. അന്ന് കൊമേഴ്ഷ്യൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി എനിക്ക് 35 ലക്ഷം രൂപ 30 ലക്ഷം രൂപ അഡ്വർട്ടൈസ് ചെയ്തെങ്കിലും എനിക്കൊരു 40-45 ലക്ഷം രൂപയായി. അതിൻ്റെ മേലൊരു സീപ്ലെയിൻ എടുക്കാൻ വേണ്ടി ഏകദേശം $5000 എക്സ്ട്രാ ആയി. ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ 5 ലക്ഷം രൂപ, അന്നത്തെ രീതിയിലാണെങ്കിൽ ഒരു 3.5 ലക്ഷം രൂപയുടെ ചിലവ് എക്സ്ട്രാ വന്നു. ഇപ്പോഴാണ് 1 കോടി രൂപയ്ക്കൊക്കെ മോൾ എന്തായാലും പോകും? ഇല്ല, ഇപ്പോഴും ഇല്ല. അതായത് ഈ 1 കോടി രൂപ എന്ന് പറഞ്ഞ കാഡറ്റ് പ്രോഗ്രാംസ് എന്ന് പറയും, ഏറ്റവും സേഫാണ്. ഇൻഡിഗോ അതുപോലത്തെ ഉള്ള മേജർ എയർലൈൻസുകൾ നേരിട്ട് സ്റ്റുഡൻസിനെ എടുത്തിട്ട്, കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസിനെ എടുത്തിട്ട് അവർ പൈലറ്റ് ട്രെയിനിങ്ങിന് വിടും. അവർ എയർബസിലോട്ട് ട്രെയിൻ ചെയ്യും. അങ്ങനെ നിൽക്കുന്നതിനാണ് 1 കോടി രൂപയുടെ മേളിലോട്ട് പോകുന്നത്. ഇപ്പോഴും നിലവിലൊരു 50-60 ലക്ഷം രൂപയിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കാം. പിന്നെ ഇത് എത്രത്തോളം നമ്മൾ
അവിടെ കുറച്ച് നിൽക്കുന്നു എന്നനുസരിച്ചിരിക്കും. US പോലെ രാജ്യം ഭയങ്കര ജീവിതം. ഓരോ എനിക്ക് ദിവസവും ചെലവ്. എനിക്ക് 11 മാസമായിരുന്നു. അപ്പം എൻ്റെ കൂടെ 3 മാസത്തിൽ തീർന്നവരെ എനിക്കറിയാം. 3 മാസത്തിൽ തീർന്ന ഒരാളുണ്ട്, ഭയങ്കര എക്സെപ്ഷണൽ കേസായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ജനറലി ഒരു 1-1.5 വർഷത്തിനുള്ളിൽ തീർക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഈ 11 മാസം തന്നെ നമ്മൾ ഇടയ്ക്ക് പാർട്ടിക്കും ഒക്കെ പോയിട്ടാണ് 11 മാസത്തിലോട്ട് വന്നത്. നമ്മൾ നിയമപരമായിട്ട് അല്ലെങ്കിലും നമുക്ക് വീട്ടിലെ സാഹചര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനും ചെറിയൊരു പാർട്ട് ടൈം ജോബ്, അന്ന് ലീഗൽ അല്ലെങ്കിലും അറിയത്തില്ല, ചെറിയ പെട്രോൾ പമ്പുകളിൽ നിൽക്കുക, ബോളിംഗ് ആലീസ് ക്ലീൻ ചെയ്യാൻ പോവുക, മുടി വെട്ടുന്ന സലൂൺ ക്ലീൻ ചെയ്യാൻ പോവുക, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നിന്നത്. അതുകൊണ്ടാണ് ഈ 11 മാസം എടുത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്ലാൻ ചെയ്യുന്നതനുസരിച്ചാണ് ഇന്ത്യയിൽ സീ പ്ലെയിനുകൾ അല്ലെങ്കിൽ ആംഫിബിയനൊക്കെ ധാരാളമായിട്ട് വരാൻ സാധ്യത ഉള്ളപ്പോൾ ഇനി കുറേ പേരെ ട്രെയിൻ ചെയ്യിക്കണ്ടേ? ഇപ്പം നിങ്ങളുടെ കമ്പനി ആണെങ്കിൽ പോലും. അതെ, നമ്മളിപ്പോൾ ഓൾറെഡി 2 ഫസ്റ്റ് ഓഫീസേഴ്സിനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ എടുത്തു. ഒരാളെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ നമ്മൾ ഇപ്പോൾ എടുത്തു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഒരു പ്ലെയിനിൽ 5 പൈലറ്റായി. അപ്പം ഈ 2ാമത്തെ പ്ലെയിൻ ഇപ്പോൾ താമസിക്കാതെ നമുക്ക് വരും. അതിൻ്റെ ഫൈനൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ നമ്മൾ കൊണ്ടുവരും. അത് കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്ലെയിൻ ഏകദേശം 5 പൈലറ്റ് എന്ന് പറഞ്ഞാൽ 2 പ്ലെയിൻ 10 ഇരട്ടിയായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏക ഒരു ആംഫിബിയൻ പൈലറ്റ് എന്നുള്ളൊരു പട്ടമാണ്. പക്ഷെ അതിനെ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇന്ത്യയിൽ ഒരുപാട് സീ പ്ലെയിൻ പൈലറ്റ്സ് വരണം. ഈ ഒരു ഇത് ഇപ്പോൾ ആദ്യത്തെ എന്നുള്ളത് സ്വാഭാവികമായിട്ട് എൻ്റെ ആണെങ്കിലും അത് എത്രയും പെട്ടെന്ന് ഒരാളെന്നുള്ളത് മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഒരുപാട് പേര് വരട്ടെ. സീ പ്ലെയിൻ ഒരു പക്ഷേ കൺവെൻഷനലായിട്ടുള്ള പല പൈലറ്റ്സിനെക്കാട്ടിലും കൂടുതൽ ബെനിഫിറ്റുകളും കാര്യങ്ങളും ഫാമിലി ലൈഫും ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള സൈഡാണ് ഞങ്ങൾ. രാത്രി കിടന്ന് ഉറങ്ങുന്നില്ല. രാത്രി കിടന്ന് ഉറങ്ങാം നമുക്ക് എപ്പോഴും. അപ്പോൾ അത് ഞാൻ രണ്ടാമത് ചോദിക്കാൻ വന്നത് അത് തന്നെയായിരുന്നു. ഈ സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു എയർലൈനിൽ വർക്ക് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ സാധാരണ എയർക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതിന് കൂടുതൽ ശമ്പളമാണോ അതോ എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? അല്ല, നമ്മുടെയൊക്കെ കൂടുതലും ലീവുകളാണ്. അതായത് ഇപ്പം ശമ്പളം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുറവായിരിക്കാം. കാരണം അവർ ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു ജനറലി ഇന്ത്യയിലെ ഏവിയേഷനിൽ 30 മുതൽ 40 ദിവസം വരെ ലീവ് കിട്ടുന്നത്. വേറെ നമുക്ക് ഏകദേശം 6 മാസം വരെ കിട്ടും. അപ്പം അങ്ങനെ വെച്ച് നമ്മൾ പണിയെടുക്കുന്ന മാസത്തെ ശമ്പളം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലുണ്ട്. അപ്പം അങ്ങനെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നോക്കുകയാണെങ്കിൽ നമുക്കാണ് അങ്ങനെ ഒരു ബെനിഫിറ്റ് വരുന്നത്. മറ്റൊരു ശ്വാസം പെടാത്ത പണിയാണ്. മറ്റൊരു ഇന്ത്യയില് ചാറുട്ടുന്ന പരിപാടിയാണ്. പക്ഷെ അങ്ങനെയാണ് അവർ വിജയിക്കുന്നത്. അല്ല, ശരിയാണ്. അപ്പോൾ ഈ എല്ലാ കാലത്തും സീ പ്ലെയിൻ പൈലറ്റായിട്ട് തുടരാൻ തന്നെയാണ് ഇഷ്ടം. എനിക്ക് വേറെ സൈഡും എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും എനിക്ക് സീ പ്ലെയിൻ റിട്ടയർ ചെയ്യണമെന്നാണ് ആഗ്രഹം. ബാക്കി എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആന്റനോവ് 225 ഫ്ലൈ ചെയ്യാനായിരുന്നു. അതിപ്പോൾ യുക്രൈനിൽ തകർന്നു. എനിക്ക് വലുപ്പത്തോടാണ്, സ്പീഡിനേക്കാളും കൂടുതൽ സൈസ് കൂടുക എന്നുള്ളതാണ്. 380-യും 747 ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം നിങ്ങളിപ്പം ആദ്യത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഇത്രയും കാലം ആംഫിബിയൻ അല്ലെങ്കിൽ സീ പ്ലെയിൻ പറപ്പിച്ചു, ഇനി തിരിച്ച് ഈ ഒരു വൈഡ് ബോഡിയിലേക്ക് വരണമെങ്കിൽ വലിയ ട്രെയിനിങ് ഒക്കെ ആവശ്യം വരുമോ? ഇല്ല, നമുക്ക് വീണ്ടും ഒരു ടൈപ്പ് റൈറ്റിംഗ് ഈ പറയുന്ന പോലെ 10 മണിക്കൂറിൻ്റെ ട്രെയിനിങ് ആണ്. ഈ എപ്പോഴും ട്രെയിനിങ് ഈ പറയുന്ന ലീഗൽ റിക്വയർമെന്റ് ആണ് ഈ 10-15 മണിക്കൂർ എന്നുള്ളത്. പിന്നീട് കമ്പനി റിലീസ് ചെയ്യുന്നതിന് കമ്പനിയിൽ എപ്പോഴും ഒരു സീനിയർ ആയിട്ടുള്ള ട്രെയിനിങ് പൈലറ്റിനോടായിരിക്കും ഫ്ലൈ ചെയ്യുന്നത്. അതിൽ 200 മണിക്കൂറും 300 മണിക്കൂറും മിനിമം. ഏറ്റവും സീ പ്ലെയിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെ പോലുള്ള കമ്പനിക്ക് വരെ 200 മണിക്കൂർ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളോട് ഫ്ലൈ ചെയ്ത്, ഒരാളല്ല ഒരുപാട് പേരോട് ഫ്ലൈ ചെയ്തിട്ട് അതിനകത്തൊരു 3-4 പേര് നമ്മളെ റെക്കമെൻഡ് ചെയ്യണം. ലൈനിലോട്ട് റിലീസ് ചെയ്യാനായി എന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളെ ബാക്കിയുള്ള പൈലറ്റിനോട് വിടത്തുള്ളൂ. അപ്പം അതാണ് ശരിക്കുള്ള ട്രെയിനിങ്. മറ്റേത് പേരിന് ബുക്കിലുള്ള ട്രെയിനിങ് 10 മണിക്കൂർ എന്നുള്ളത്. അപ്പോൾ അരുണിന് ശരിക്കും ഇഷ്ടം ആംഫിബിയൻ ആണോ അതോ സീ പ്ലെയിൻ ആണോ? എനിക്ക് ആംഫിബിയൻ ആണ്. അതിൻ്റെ ആംഫിബിയൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് നാൾ സീ പ്ലെയിനിൽ സ്ട്രെയിറ്റ് ഫ്ലോട്ടിൽ നിന്ന ആളാണ്. എനിക്ക് ഏകദേശം 5000 മണിക്കൂർ മാത്രം സ്ട്രെയിറ്റ് ഫ്ലോട്ടിലായിരുന്നു. അപ്പം അവിടുന്ന് ആംഫിബിയനോട്ട് വരുമ്പോൾ നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര, നമുക്ക് അവരെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ അവരെ പോലെ നമുക്ക് വലിയ ഒരുപാട് ദൂരത്തുനിന്ന് വന്ന് ലാൻഡ് ചെയ്യുകയൊന്നും വേണ്ട. നമുക്ക് റൺവേ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മേളിൽ നമുക്ക് ഇറങ്ങി ഇങ്ങ് തിരിച്ചു വരാൻ പറ്റും. അങ്ങനത്തെ ഒരു എത്ര ദൂരം വേണം, എത്ര നീളം വേണം? നമ്മുടെ റൺവേക്ക് ഏകദേശം 700 മീറ്റർ മതി. 700 മീറ്റർ മാക്സിമം ടേക്ക് ഓഫിന്. ലാൻഡ് ചെയ്യാനൊക്കെ നമ്മളൊരു ഒരു പ്ലെയിൻ്റെ നീളവും ഒരു പ്ലെയിൻ്റെ നീളം കൂടെ മതി നമുക്ക് നിർത്താൻ. അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇപ്പം നമ്മൾ ഭയങ്കര റിമോട്ടായിട്ട് പോകുന്ന സ്ഥലങ്ങളിലോട്ട് ഉപയോഗിക്കുന്ന പ്ലെയിനുകളാണ് സ്റ്റോൾ എയർക്രാഫ്റ്റ് എന്ന് പറയും, ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. അപ്പം അതിനെ ആ രീതിയിലോട്ട് കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഞാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ടാറില്ലാത്ത സ്ഥലങ്ങളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കുകൾ അപ്പോൾ നമ്മൾ ഉപയോഗിക്കും. അതിൻ്റേതായിട്ടുള്ള എൻജിൻ റിവേഴ്സ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കും. അപ്പം അങ്ങനത്തെ അതാ പറഞ്ഞ ആ ഒരു വേഴ്സറ്റൈലിറ്റി കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ആംഫിബിയനിലാണ്. കരയിലും ആകാം കടലിലും ആകാം.
അപ്പോൾ ഈ കടലിലേക്ക് മാത്രം സീപ്ലെയിൻ്റെ കാര്യത്തിൽ കടലിൽ നമ്മൾ ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ വേവ്സ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ സാധാരണ നമുക്ക് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വേവ്സ് വരുമ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചുമ്മാ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നിന്നോ? നമ്മുടെ ഇപ്പം എൻജിൻ നമ്മൾ ആ ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ എൻജിൻ ഷട്ട് ഡൗൺ ചെയ്ത് സെക്യൂർ ചെയ്ത് പോകുന്ന പറയുന്നത് നമ്മൾ ബോട്ടുകൾ സെക്യൂർ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഒരു ബൂയുടെ മേളിൽ 2 കയറിട്ടിട്ടാണ്. അതുപോലെ തന്നെയാണ് സീപ്ലെയിനും. അവർ ബൂയുടെ മേളിൽ 2 കയറിട്ടിട്ട് നമ്മൾ പോവാ. അപ്പോൾ ഈ പ്ലെയിൻ എപ്പോഴും പ്ലെയിനും ബോട്ടും ഒക്കെ എപ്പോഴും വിൻഡിലോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ കാറ്റ് എവിടുന്നാണോ കാറ്റിലോട്ട് നേരെ നോക്കി നിൽക്കും. അപ്പോൾ നേരെ നോക്കി നിൽക്കുന്നതനുസരിച്ച് പ്ലെയിൻ ഇങ്ങനെ പോകത്തില്ല, പ്ലെയിൻ ഇങ്ങനെ പോകത്തുള്ളൂ. അപ്പോൾ അതിന് വലിയൊരു ഇത് വരത്തില്ല. പിന്നെ നമ്മൾ എപ്പോഴും പാർക്ക് ചെയ്യുന്നതും കുറച്ച് സെക്യൂർ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ രാവിലെ വന്ന് നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ പ്രീ ഫ്ലൈറ്റ് ചെയ്യും. എക്സ്ട്രാ ഞങ്ങൾ പൈലറ്റുമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്ലോട്ട് പമ്പ് ചെയ്യും. ഈ ഫ്ലോട്ട് പല കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ ഓരോ ഫ്ലോട്ടും നമ്മൾ എടുത്ത് പമ്പ് ചെയ്ത് നോക്കണം. ഒന്നീ നമ്മൾ നോക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് നോക്കണം. വെളിയിലാകുമ്പോൾ എഞ്ചിനീയേഴ്സ് ഇല്ല, നമ്മൾ ചെയ്യണം. ഫ്ലോട്ടിനകത്ത് വെള്ളമുണ്ടോ, വെള്ളം ഉണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട്, ഒരുപാട് ഉണ്ടെങ്കിൽ ലീക്ക് ആണെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യത്തില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. പിന്നെ പറഞ്ഞു വരുമ്പോൾ ഞങ്ങളാണ് ഒരേ ഒരു പൈലറ്റ്, ഞങ്ങൾ ഫ്യൂല് ചെയ്യണം, ഞങ്ങൾ ലോഡ് ചെയ്യണം, അൺലോഡ് ചെയ്യണം. അപ്പം അങ്ങനെ പാസഞ്ചറും നമ്മളെല്ലാമാണ്. നമ്മളൊരു ഗ്രൗണ്ടായി മാറി, നമ്മൾ ഫ്യൂലറായി മാറി, നമ്മൾ ലോഡറായി മാറി, നമ്മൾ ഫ്ലൈയും ചെയ്യണം. നിങ്ങൾ തന്നെയാണ് സേഫ്റ്റി ഇൻസ്ട്രക്ഷനും ഒക്കെ എല്ലാം നമ്മളെല്ലാം കൊടുക്കുന്നത്. നമുക്കൊരു ക്യാബിൻ ക്രൂ ഉണ്ട്. ക്യാബിൻ ക്രൂ ഉണ്ട്. സീപ്ലെയിനിലോട്ട് വരുമ്പോൾ ക്യാബിൻ ക്രൂ നിർബന്ധമാണ്. ആംഫിബിയനിൽ അത് നിർബന്ധമല്ല. പക്ഷേ സീപ്ലെയിനിലോട്ട് വരുമ്പോൾ അതെ. ഇന്ത്യയിൽ ആംഫിബിയനിലും നിർബന്ധമാക്കിയിട്ടുണ്ട്. കാരണം അത് ഒരു വെർട്ടിക്കലാണ് DGCയുടെ. അപ്പോൾ അവർക്കും സേഫ്റ്റി കൺസേൺ വെച്ചിട്ട് അവരും വേണമെന്ന് പറഞ്ഞു. നമുക്കും അത് സന്തോഷം. കുറച്ച് നാൾ നമ്മളും പ്രൂവ് ചെയ്യണമല്ലോ. ഇത് പ്രൂവ് ചെയ്തിട്ട് അപ്പം ഈ 1 മണിക്കൂർ ഫ്ലൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു എക്സ്ട്രാ ഒരു ഫസ്റ്റ് ഓഫീസർ ഒന്നും ആവശ്യമില്ല. നമുക്ക് 2 പൈലറ്റ് ഉണ്ട്. നമുക്ക് നിർബന്ധമായിട്ട് 2 പൈലറ്റ് ഉണ്ട്. ഈ എയർക്രാഫ്റ്റ് സിംഗിൾ പൈലറ്റ് ആണ്. സീ പ്ലെയിനിലോട്ട് വരുമ്പം അല്ലെങ്കിൽ ആംഫിബിയനിലോട്ട് വരുമ്പോൾ നിർബന്ധമായിട്ട് 2 പൈലറ്റ് വേണം. അതുപോലെ നമുക്കിപ്പോൾ ഇത് പിന്നെ വെള്ളത്തിൽ നിന്ന് പൊങ്ങണമെങ്കിൽ ഇപ്പം സാധാരണ പുഴ മതി. ഞങ്ങൾ ഈ പർട്ടിക്കുലർ പ്ലെയിൻ ഇതിൻ്റെ രജിസ്ട്രേഷൻ SHE എന്നാണ്, ഷീ എന്നാണ്. ഞങ്ങളുടെ ഓണർ ഒരു സ്ത്രീയാണ്. അപ്പം അങ്ങനെ SHE വന്നതാണ്. അപ്പം ഞങ്ങൾ ആദ്യം ലാൻഡ് ചെയ്യുന്നത് ഗംഗയിലാണ്. ഞങ്ങൾ ആദ്യത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിനാണല്ലോ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഫ്ലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നേരത്തെ സീപ്ലെയിൻ വന്നിട്ടുണ്ട്, പക്ഷേ ഫ്ലോട്ട് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആദ്യമായിട്ടുള്ള ടെസ്റ്റിംഗ് നടന്നത് ഗംഗയിലാണ്. അപ്പോൾ ആദ്യം ലാൻഡിംഗ് ഗിയറായിട്ട് വന്നു. അത് ലാൻഡിംഗ് ഗിയറായിട്ട് വന്നു. അതെ, ആ ലാൻഡിംഗ് ഗിയറായിട്ട് വന്ന് നമ്മൾ ഫ്ലോട്ട് പൂരായത്തൊന്ന് കണ്ടെയ്നറിൽ വന്നു. ഇവിടുന്ന് ദെറാദൂൺ എയർപോർട്ടിൽ നമ്മൾ ഏകദേശം 2 ആഴ്ച എടുത്ത് നമ്മൾ ചെയ്യാൻ. അങ്ങനെ ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ഇത് ലാൻഡ് ചെയ്യുന്നത് ഗംഗയിലാണ്. അപ്പോൾ അതിനകത്തൊരു ടെൻഷൻ വേറെയാ. കാരണം ഇത് എന്താകുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ പാറക്കെട്ടൊന്നും ഉണ്ടായിരുന്നേ ഉള്ളൂ വെള്ളത്തിൽ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സർവേ എടുക്കും. കമ്പനിയുടെ ഉള്ളിൽ ഇപ്പോൾ ഇന്ത്യയുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ബാത്തിമെട്രി സർവേ വേണം. കൊമേഴ്ഷ്യലി ഫ്ലൈ ആണെങ്കിൽ ബാത്തിമെട്രി എന്ന് വെച്ചാൽ എത്ര ആഴമുണ്ട് എന്നറിയുന്നതിന്. അപ്പോൾ ലക്ഷദ്വീപിൽ നമ്മൾ ബാത്തിമെട്രി സർവേ എടുത്തു. ഈ പറയുന്ന നമ്മളിപ്പോൾ കുമരകത്ത് വരണമെങ്കിൽ കുമരകത്ത് നമുക്ക് ബാത്തിമെട്രി സർവേ വേണം. പിന്നെ അതിന് കൂടെ ഒരു OLS സർവേ എന്ന് പറയും. നമ്മുടെ ലാൻഡിംഗ് ക്ലിയറൻസ്, എത്ര ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ മരങ്ങളെ മുട്ടത്തില്ല എന്നുള്ളതിൻ്റെ ഒരു ക്ലിയറൻസിൻ്റെ സംഭവമുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു അടിയന്തരമായിട്ടൊന്ന് ലാൻഡ് ചെയ്യേണ്ടി വന്നാൽ ഈ വെള്ളത്തിൻ്റെ താഴെ അറിയാനുള്ള സംവിധാനം നമുക്ക് ഫ്ലൈറ്റിലില്ല. ഫ്ലൈറ്റില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ കുറേയൊക്കെ മനസ്സിലാവും. നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാവും. അപ്പം കടലിലാണെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. കരയുടെ അടുത്തോട്ട് വരുന്ന അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും. കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. വെള്ളത്തിൻ്റെ രീതി മാറും അതിൻ്റെ അടുത്ത്. അപ്പം അതൊക്കെ നമുക്ക് കുറേയൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മീനച്ചിലാറ്റിൽ നിന്ന് ഉയർന്നു പോകണമെങ്കിൽ എത്ര നേരം വെള്ളത്തിൽ ഓടിയിട്ടാണ് പൊങ്ങാൻ? നമുക്ക് ഏകദേശം ഒരു 20-30 സെക്കൻഡ് അത്രേ ഉള്ളൂ. അപ്പോൾ സാധാരണ നമ്മുടെ വിമാനം പോകണമെങ്കിൽ ഈ ലാൻഡിലേക്ക് ഒരു ത്രസ്റ്റ് കൊടുക്കാമല്ലോ, ഇത് വെള്ളത്തിലേക്ക് അങ്ങനെ പറ്റുമോ? അല്ല, നമ്മൾ എൻജിൻ മാത്രമായിട്ട് നമ്മൾ ഫുൾ എൻജിൻ പവർ കൊടുക്കുമ്പോൾ പ്ലെയിൻ ഒന്ന് പൊങ്ങി അതിനെ പിന്നെ നേരെയാക്കുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ നേരെയാക്കി പിന്നെ നമ്മൾ ഈ ബാക്കിയുള്ള പ്ലെയിൻ പോലെ നമ്മൾ എയർക്രാഫ്റ്റിനോട് ഫോഴ്സ്ഫുള്ളി പൊങ്ങത്തില്ല. അതിന് തോന്നുമ്പം പൊങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം അതിന് എടുക്കുന്ന ഒരു 20-30 മിനിറ്റ് സമയം അതിന്. കാരണം അപ്പം അങ്ങനെ പൊങ്ങുകയാണെങ്കിൽ നമുക്ക് എയർ സ്പീഡായി നമുക്ക് എന്തെങ്കിലും. പിന്നെ ഇത് ലാൻഡ് ചെയ്യുന്നതും തീർത്ത് സ്പീഡ് കുറഞ്ഞ ഒരു ഇതില്ല. ഒരു പക്ഷേ ഫെറ്റാലിറ്റി സീപ്ലെയിനുകളിൽ വളരെ കുറവാണ്. വളരെ ചുരുക്കമാണ് ഫെറ്റാലിറ്റി ഉണ്ടായിട്ടുള്ളത്. ഈ ഉണ്ടായിട്ടുള്ളതും ഈ ഒരു ലാൻഡിങ് സീപ്ലെയിൻ്റെ കാരണത്താലല്ല, വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ വെച്ചിട്ടാണ്. ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. മാൽദീവ്സിൽ ഇതുവരെ ഫെറ്റാലിറ്റി ഇല്ല. മാൽദീവ്സ് ഒക്കെ എത്ര വർഷങ്ങളായിട്ട് 100 പ്ലെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഫെറ്റാലിറ്റി ഇല്ല. ഒരാൾ പോലും മരണപ്പെട്ടിട്ടില്ല.
പിന്നെ ക്രാഷുകളിലൊക്കെ നമുക്ക് വണ്ടി ഇടിക്കുന്നതിനേക്കാളും സ്പീഡ് കുറച്ചാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. അപ്പം അതേ ഉള്ളൂ. നമുക്കപ്പോൾ ഭയങ്കര കൺട്രോൾഡ് ആണ് നമ്മുടെ. അപ്പോൾ ഇത്രയൊക്കെ ആകാശത്തോടെ യാത്ര ചെയ്തിട്ട് ഏറ്റവും മനോഹരമായ സീ എവിടെയാണ് കണ്ടിരിക്കുന്നത്? എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്തോനേഷ്യ ആയിരുന്നു. ഇന്തോനേഷ്യയിൽ നിന്ന് പക്ഷേ സ്വന്തം നാട്ടിൽ ലാൻഡ് ചെയ്യുന്ന കിട്ടുന്നതിൻ്റെ ഒരു സുഖം ഒരുപാട് ചെയ്യും. നമ്മൾ കൊച്ചിയിൽ ഞാൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞായിരുന്നു, കൊച്ചിയിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം കൊച്ചിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്, ലാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെപ്പോഴും പാസഞ്ചർ സീറ്റിൽ നിന്നായിരുന്നു. ആദ്യമായിട്ട് ഞാൻ കോക്പിറ്റിലിരുന്ന് സ്വന്തം നാട്ടിൽ ലാൻഡ് ചെയ്യാൻ കിട്ടുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ആ ഒരു ഹൈ എനിക്ക് ഇതുവരെ ഒന്നിലും കിട്ടിയിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ രാത്രിയിലാണ് വന്നത്. അവിടെ ഞങ്ങൾ ലക്ഷദ്വീപിൽ പോകുന്നു. അപ്പോൾ ഓരോ ലാൻഡിങ്ങും ഭയങ്കര പ്രത്യേകതയായിട്ട് തോന്നി. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്തിട്ട് മലയാളത്തിൽ സംസാരിക്കുന്ന ക്രൂ വരുന്നത്. കാരണം അതൊക്കെ പുതിയതാണ് എനിക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം. മലയാളത്തിൽ സംസാരിക്കുന്നു. പിന്നെ ഇവിടെ കിട്ടുന്ന ഒരു വെൽക്കമിങ് വ്യത്യാസമാണ്. ആദ്യത്തെ ഇതായതുകൊണ്ടായിരിക്കും ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര മൂവിങ് ആണ് ഇവിടുത്തെ സർവീസുകൾ. ഈ ലക്ഷദ്വീപിന്റെ സാധ്യത അപാരമാണെന്ന് തോന്നിയോ പോയപ്പോൾ? ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പോൾ താജ് ഒരു റിസോർട്ട് വെക്കുന്നുണ്ട്. താജ് എന്നുള്ള റിസോർട്ട് ആ ഒരു ഹൈൻ്റെ റിസോർട്ടിനെ മറക്കുകയാണെങ്കിലും ഓരോ ഐലൻഡിലും അതിൻ്റെതായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓരോ ഐലൻഡിലും ഹോം സ്റ്റേകൾ വരാം. അപ്പം അങ്ങനെ ഒരു കണക്ടിവിറ്റിയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. റിക്രിയേഷൻ, ഫിഷിംഗ് ആകാം, അങ്ങനെ പല രീതിയിലും ഡൈവിങ്ങുകൾ. എനിക്ക് തോന്നുന്നു അൺടച്ച്ഡ് ആയിട്ടുള്ള കോറൽ റീഫ്സ് ഉള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ഷിപ്പ് റെക്സ് ഉണ്ട്. ഈ ഷിപ്പ് റെക്സ് ഒക്കെ ഡൈവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീപ്ലെയിനിൽ പോകുന്നു, സർഫ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ സീപ്ലെയിനിൽ പോകുന്നു, ഒരു ദിവസം ഡൈവ് ചെയ്യുന്നു, അടുത്ത ദിവസം സർഫ് ചെയ്യുന്നു, മൂന്നാം ദിവസം നമ്മൾ കയറി ഇങ്ങ് വന്നു. അതൊക്കെ ഇന്ത്യക്കാർ സ്വപ്നം, അല്ലെങ്കിൽ നമ്മൾ ഈ വെസ്റ്റേണേഴ്സ് ചെയ്യുന്നതും ഇന്ത്യക്കാർ സ്വപ്നം കാണുന്ന ഒരു ഡെവലപ്മെൻറ്റാണ്. നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ റേറ്റ് സാധാരണ എയർലൈനേക്കാളും കൂടുതലായിരിക്കാൻ സാധ്യത എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് ഇതിൻ്റെ കോസ്റ്റ്, നമ്മുടെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. കാരണം നമ്മൾ എപ്പോഴും ഉപ്പുവെള്ളത്തില്ല. ഇതിന് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള കൊറോഷൻ പ്രിവെൻഷൻ വേണം, ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ട്. അപ്പം അതൊന്ന്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വരുമ്പം ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ സീപ്ലെയിൻ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ള രാജ്യം ചിലപ്പോൾ ഇന്ത്യയായി മാറും. കാരണം നമ്മളിത് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്കീമിലല്ല, നമ്മൾ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉഡാൻ പദ്ധതിയുടെ അടിയിലുള്ള റീജിയണൽ കണക്ടിവിറ്റി സ്കീം എന്നാണ്. അപ്പോൾ നമുക്ക് പാസഞ്ചർ കാശ് തരുന്നതും ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു എയ്ഡും ഉണ്ട്. ഇത് രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നില്ല നമ്മളെപ്പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് ടിക്കറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരാൻ പോകുന്ന ടിക്കറ്റുകൾ നമ്മൾ ഒരു പക്ഷേ ഇപ്പോൾ അകത്തിൽ പോകുന്ന ലാൻഡ് പ്ലെയിൻ ടിക്കറ്റുകളിനേക്കാളും 100% ചീപ്പായിരിക്കും. അത് അതിൻ്റെ പ്രത്യേകത അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അഗത്തി എന്ന് പറയുന്ന ഒരു ഐലൻഡാണ്. അവിടുന്ന് വേറൊരു ഐലൻഡിലോട്ട് പോകണ ബോട്ട് എടുക്കണം, സമയം കൂടും. അപ്പോൾ ഇതൊരു പാക്കേജ് ആണോ? നമ്മൾ ഇവിടുന്ന് ഈ ഫ്ലൈറ്റ് കയറിയാൽ ഓരോരോ ഐലൻഡിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നവരെ ഈ പാക്കേജ്? അതെ. അത് പാക്കേജ് നമ്മളല്ല കൊടുക്കുന്നത്, നമ്മൾ പ്യൂർ ടിക്കറ്റ് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് ഐലൻഡിലോട്ട് പോകുന്നു, നമ്മൾ ഓരോ ഐലൻഡിലോട്ട് കണക്ട് ചെയ്ത് പോകുന്നു, അതേ രീതി തിരിച്ചു വരുന്നു. തന്നെ ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ, വെള്ളത്തിൽ നിന്ന് ഇറങ്ങാന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മലയാളികൾ വെള്ളത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. നല്ല സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നേരത്തെ ഇൻ്റർവ്യൂ 2-3 ദിവസം മുമ്പ് തീരുമാനിച്ചു. പക്ഷേ അന്നേരമാണ് ഈ നമ്മുടെ ഈ ഫ്ലൈറ്റിന് ചെറിയ കേടുപാട് പറ്റി. സാധാരണ ഇതിൽ ഫ്ലൈറ്റിൻ്റെ കേടുപാടെന്ന് പറയുന്നത് എയർപോർട്ടിൽ വെച്ച് എന്തെങ്കിലും ചെറിയ വേറൊരു വണ്ടി തട്ടി നോക്കി. ഇതൊരു ബോട്ട് വന്ന് തട്ടിയിട്ടാണ്. അല്ല, ബോട്ട് വന്ന് തട്ടിയല്ല. ഞങ്ങളൊരു ട്രെയിനിങ്ങിന് പോയതാണ്. അപ്പം വേറൊരു ക്യാപ്റ്റനും വേറെ ഫസ്റ്റ് ഓഫീസർ, ഞാൻ പറഞ്ഞു 2 ഫസ്റ്റ് ഓഫീസറിന് എടുത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വേറൊരു ക്യാപ്റ്റനും വേറെ ഫസ്റ്റ് ഓഫീസർ ട്രെയിനിങ്ങിന് പോയി. അവർ പ്ലെയിൻ പാർക്ക് ചെയ്തു. പ്ലെയിനൊക്കെ പാർക്ക് ചെയ്ത് അവർ വെളിയിറങ്ങിയപ്പോഴത്തേക്ക് ഒരു കയറ് പൊട്ടിപ്പോയപ്പോഴത്തേക്ക് ഇവർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത്, അടുത്ത എഞ്ചിൻ സ്റ്റാർട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതിനു മുമ്പ് വിങ്ങിൻ്റെ ടിപ്പ് ചെറുതായിട്ടൊന്ന് മുട്ടി, അങ്ങനെ ഒരു ഡെൻറ്റ് വന്നു. പക്ഷേ ഏവിയേഷനിൽ നമ്മൾ ഏറ്റവും ചെറിയ ചളുക്കവും ഏറ്റവും ചെറിയ ഡെൻറ്റും നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ അതിന് നമ്മൾ മാനുഫാക്ചേഴ്സിനെ കോൺടാക്ട് ചെയ്തു. മാനുഫാക്ചേഴ്സ് അപ്പോൾ നമ്മളതിൻ്റെ ഫോട്ടോകൾ, അതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുത്തു. മാനുഫാക്ചേഴ്സ് വന്നില്ല. മാനുഫാക്ചേഴ്സ് അതിൻ്റെ ഇത് അയച്ചു. നമ്മൾ അത് ടെമ്പററി പാക്കേജ് എന്ന് പറയും, ടെമ്പററി മെയിൻ്റനൻസ് പാക്കേജ് അയച്ചു. അത് നമ്മൾ DGCക്ക് സബ്മിറ്റ് ചെയ്തിട്ട് DGC അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കൊച്ചിയിലായിരുന്നു. ഞാൻ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലോട്ട് പോയി. ലക്ഷദ്വീപിൽ നിന്ന് പിന്നെ ഞാനും മറ്റേ ക്യാപ്റ്റനും കൂടെ, ഞങ്ങൾ 2 ക്യാപ്റ്റൻസ് ആണ് വന്നത്. 2 ക്യാപ്റ്റനും കൂടെ ഫ്ലൈ ചെയ്ത് വന്നു. പക്ഷേ അപ്പോൾ അതിനകത്ത് ഫെറി ഫ്ലൈറ്റ് എന്ന് പറയും. ഫെറി ഫ്ലൈറ്റിനകത്ത് അപ്പോൾ നമ്മൾ പാസഞ്ചേഴ്സിനെ എടുത്തില്ല, എഞ്ചിനീയേഴ്സിനെ എടുക്കത്തില്ല, ഒന്നുമില്ല. അത് ആ റിസ്ക് എൻ്റെയും ഒരു ക്യാപ്റ്റനെ മാത്രമായിട്ട് മാറി. ഞങ്ങളത് ഫ്ലൈ ചെയ്ത് കൊണ്ടുവന്നു. ഒരു കുഴപ്പമില്ല. അൺഇവൻറ്റ്ഫുൾ ആയിട്ട് നെടുമ്പാശ്ശേരി എത്തി.
അതിനിപ്പോൾ പണി തുടങ്ങി. എനിക്കൊന്ന് ഒരു ദിവസം 2 ദിവസം കൊണ്ട് തീരും. ചെറിയ എപ്പോഴായിരിക്കും നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ഈ സർവീസ് തുടങ്ങുന്നത്? ഇത് നമ്മൾ പ്രതീക്ഷിച്ചത് ആക്ച്വലി 26 അപ്പോൾ അൺഫോർച്ചുനേറ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭാര്യ മരണപ്പെടുകയും ചെയ്തു. അപ്പം അദ്ദേഹം ഇല്ലാതെ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഇനാഗുറേഷൻ നടക്കത്തില്ല. പിന്നെ ഇതിന് മൂന്നാമത് വേണ്ടത് മിനിസ്ട്രിയുടെ ഒരു മിനിസ്റ്റേഴ്സ് ആരെങ്കിലും എന്തായാലും അവരുടെ ഡ്രീം പ്രൊജക്റ്റാണ്. അപ്പോൾ അവരുടെ ഒരു അവൈലബിലിറ്റി, ലോഞ്ചിനുള്ള അവൈലബിലിറ്റി, നമ്മുടെ നാട്ടിലെ മിനിസ്റ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി, ഇതെല്ലാം ആ ഒരു കോർഡിനേഷനേ ഉള്ളൂ. ആസ് എൻ ഓപ്പറേറ്റർ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ റെഡിയാണ്. അപ്പോൾ എന്തായാലും ജൂലൈയിൽ ഏതെങ്കിലും 100%. ജൂലൈയിൽ ആദ്യത്തെ 2ാമത്തെ ആഴ്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും സർവീസ് തുടങ്ങിയിരിക്കാം. അപ്പം അച്ഛനെ കേരളത്തിലെ ആംഫിബിയനിൽ കയറ്റാൻ പറ്റുമോ? അച്ഛനെ കയറ്റാൻ പറ്റിയില്ല. അച്ഛൻ ഒരുപാട് സീപ്ലെയിനിൽ കയറ്റിയിട്ടുണ്ടെങ്കിലും പക്ഷേ സർവീസ് തുടങ്ങുമ്പോഴത്തേക്ക് കയറും. ഇത് ഇപ്പം നിലവിൽ പാസഞ്ചേഴ്സിന് ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെ DGCA ഇപ്പൊ കുറച്ച് കാശ് കിട്ടുന്നില്ല, കാശ് പൊക്കോണ്ടിരിക്കുന്ന ഫ്ലൈറ്റുകളാണ് നോൺ റവന്യൂ ഫ്ലൈറ്റ്സ് എന്ന് പറയും. റവന്യൂ ഫ്ലൈറ്റ്സിലോട്ട് വരുമ്പോൾ അച്ഛനെങ്കിൽ. അപ്പോൾ എന്തായാലും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ കൂടുതൽ ആളുകളിലേക്ക് വരുമെങ്കിലും തുടക്കക്കാരൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരു മലയാളിയാണ്. അത് നമ്മുടെ പാമ്പാടിക്കാരനാണെന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു സന്തോഷം. അപ്പോൾ നിങ്ങളിനി ലക്ഷദ്വീപിലേക്ക് പോകാൻ പരിപാടി ഇടുന്നുണ്ടെങ്കിൽ സീപ്ലെയിൻ തന്നെ നോക്കുക. കാരണം അല്ലെങ്കിൽ നമ്മൾ ഏത് പ്ലെയിനും കയറി ഇറങ്ങുന്ന പോലെ ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, കരയിൽ നിന്നും ഉയർന്നു പൊങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന പുതിയൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഞാനും വരും. തീർച്ചയായിട്ടും വെള്ളത്തിലൊന്നും ഇറങ്ങണമെന്നുണ്ട്. തീർച്ചയായിട്ടും അത് എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും പ്ലെയിനുകളിൽ കയറി. പക്ഷേ പ്ലെയിനിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതിനകത്ത് കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ അതിനകത്ത് കിട്ടുന്ന ഒരു ത്രില്ല് അത് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഫുഡ് തരുമോ ഇവിടെ? സർവീസുകളൊന്നുമില്ല. എനിക്കൊന്ന് വെള്ളമുണ്ട് എന്നുള്ളതല്ലാതെ 1 മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് വേറെ സർവീസുകളൊന്നുമില്ല. ചാർട്ടർ ചെയ്യുമ്പം വ്യത്യാസം വരും. ഇന്ത്യയിൽ നമ്മളിപ്പോൾ ചാർട്ടർ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ പ്യൂർലി കണക്ടിവിറ്റി മാത്രമാണ് നോക്കുന്നത്. നാട്ടുകാർക്കും ടൂറിസ്റ്റിനുള്ള കണക്ടിവിറ്റിയിലുള്ള ലക്ഷ്യമാണ്. പിന്നീട് വരുമ്പോൾ നമ്മൾ ചാർട്ടറിലോട്ട് മാറും, പ്രൈവറ്റ് ചാർട്ടറിലോട്ട് മാറും. അപ്പോൾ അതിൻ്റെ സർവീസുകൾ മാറും. അപ്പോൾ നമുക്ക് വേണം ലക്ഷദ്വീപിൽ കല്യാണമൊക്കെ പ്ലാൻ ചെയ്യാം. ഇവിടെ ഡെസ്റ്റിനേഷൻ വെഡിങ് ആക്കാം, കൊണ്ടുപോകാൻ പറ്റും. ഏതായാലും ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ ആദ്യം സെസ്ന കയറുന്നത്. അത് പ്രാഗിൽ, യൂറോപ്പിൽ പോയപ്പോൾ പ്രാഗിൽ സ്കോഡയുടെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ ലാസ്റ്റ് ഡേ നമുക്കൊരു സെസ്ന ഫ്ലൈറ്റിൽ പ്രാഗ് സിറ്റിയുടെ മുകളിൽ കൂടെ. എനിക്ക് ഭയങ്കര പേടിയാണ് മൊത്തത്തിൽ വിമാനങ്ങൾ. പക്ഷേ സിംഗിൾ എഞ്ചിൻ അതെ. അപ്പോൾ അതാണ് ഒരു മറ്റേ പുൽമേട്ടിൽ കൂടെ ഓടി അങ്ങ് പൊങ്ങുമായിരുന്നു. പേടിച്ച് വരച്ചായിരുന്നു. പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ. വിചാരിച്ച പോലെ ഒന്നും പേടി തോന്നിയില്ല. നമുക്ക് എൻ്റെ ഈ ജനറൽ ഏവിയേഷൻ വളരണം, നമ്മുടെ നാട്ടിലും വരണം. നമുക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഫ്ലൈ ചെയ്യാൻ പറ്റണം എന്നാണ്. അതെ, എല്ലാവർക്കും കൊമേഴ്ഷ്യൽ പൈലറ്റ് ആണോന്നില്ലല്ലോ. US വീടിന്റെ പുറകിലൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ എത്രയോ എനിക്കൊന്ന് US ഒരു സിറ്റി ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. കമ്മ്യൂണിറ്റി നടുക്കത്തെ റോഡ് നമ്മുടെ വില്ലയിലുള്ള റോഡ് റൺവേ. അപ്പോൾ എല്ലാ വീടുകളിലും അവരുടെ ഗാരേജിനകത്ത് ഒരു പ്ലെയിനിങ് കാണും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്. നമുക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെറിയൊരു സെസ്ന എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് തേക്കടിയിലോട്ട് ഇവിടുന്ന് നമുക്ക് തമിഴ്നാട്ടിലോട്ട് പോകാൻ പറ്റണം. അതെ, ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇംഗ്ലണ്ടിലുള്ള ഒരു മലയാളി ഒരു പ്ലെയിൻ എടുത്തിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഇപ്പം പറയായിരുന്നു. ഇപ്പം അന്ന് ഞാൻ അദ്ദേഹത്തെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് കാറിലായിരിക്കും വരും. നോക്കിയപ്പോൾ ഒരു മൂളൽ പുറകെ കൊണ്ടുവന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് ഇറങ്ങി ചേട്ടാന്ന് പറഞ്ഞ് ഇറങ്ങി വന്നത്. ഞാനിപ്പോൾ ഇന്ന് പറയായിരുന്നു, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ രാവിലെ അങ്ങനെ ആയിരിക്കും വന്ന് ഇറങ്ങാന്ന്. അപ്പോൾ എന്നാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ കീപ് ഗോയിങ്. നമ്മുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെൻറ് എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ സീപ്ലെയിൻ അല്ലെങ്കിൽ ആംഫിബിയൻ കണക്ടിവിറ്റി ഉള്ള സംസ്ഥാനമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, നന്ദി, ബൈ.